നമസ്കാരം. അറബി ദിസ് വീക്കിൻ്റെ ഏറ്റവും പുതിയ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. കടലിനടിയിൽ എന്തെല്ലാം വ്യത്യസ്തമായ ജീവജാലങ്ങൾ ഉണ്ടാകും. അവയെല്ലാം ഒന്ന് നേരിട്ട് കാണാനായെങ്കിലെന്ന് ചിന്തിക്കാത്തവർ വിരളമായിരിക്കും. എന്നാൽ അബുദാബിയിൽ അവയെല്ലാം നേരിട്ട് കാണാനുള്ള ഒരു അവസരമുണ്ട്. അബുദാബി നാഷണൽ അക്വേറിയത്തിലെത്തിയാൽ മാത്രം മതി. കടലിനടിയിലെ 50,000-ഓളം വ്യത്യസ്തമായ ജീവജാലങ്ങളെ നേരിട്ട് കാണാനുള്ള അവസരമാണ് അബുദാബി നാഷണൽ അക്വേറിയത്തിലെത്തിയാൽ സാധ്യമാവുക. കടലിനടിയിലെ അത്ഭുത ലോകവും അവിടെയുള്ള ജീവജാലങ്ങളുടെ കൊതിപ്പിക്കുന്ന കാഴ്ചയും അതേ തനിമയോടെ കരയിൽ നിന്ന് തന്നെ നേരിട്ട് കണ്ടറിയാൻ എന്തു വഴിയെന്ന് അന്വേഷിക്കുന്നവർക്കുള്ള ഉത്തരമാണ് അബുദാബിയിലെ നാഷണൽ അക്വേറിയം. കടലിനടിയിലെ ആരെയും വിസ്മയിപ്പിക്കുന്ന കാഴ്ചകൾ സഞ്ചാരികൾക്ക് കൗതുകവും വിജ്ഞാനവും സമ്മാനിച്ച കരയിൽ തല ഉയർത്തി നിൽക്കുകയാണിവിടെ. ഒരു തരത്തിൽ പറഞ്ഞാൽ ഇതൊരു മനുഷ്യനിർമ്മിത കടൽ തന്നെയാണ്. ിലധികം ഇനങ്ങളിൽപ്പെട്ട 50,000-ഓളം ജീവികളാണ് 9,000 ചതുരശ്ര മീറ്ററിൽ അധികം വലിപ്പമുള്ള ഈ കൂറ്റൻ അക്വേറിയത്തിലുള്ളത്. പരിസ്ഥിതി ഏജൻസി, അബുദാബി ഡിപ്പാർട്ട്മെന്റ് ഓഫ് മുനിസിപ്പാലിറ്റി ആൻഡ് ട്രാൻസ്പോർട്ട്, അൽ ബറാക്ക ഇന്റർനാഷണൽ ഇൻവെസ്റ്റ്മെന്റ് എന്നിവർ ചേർന്ന് വികസിപ്പിച്ചെടുത്ത ഈ അക്വേറിയം ലോകമെമ്പാടുമുള്ള സമുദ്രജീവികളെ അതിന്റെ യഥാർത്ഥ ജീവിത പരിസരങ്ങളിൽ എങ്ങനെ കാണുമോ അതേ പകർപ്പിൽ അതേ തനിമയോടെ അണിയിച്ചൊരുക്കി സംരക്ഷിച്ച് വിസ്മയിപ്പിക്കുകയാണ്. വെറുതെ ചില്ലുകൂട്ടിൽ മത്സ്യങ്ങളെ വളർത്തുകയല്ല ഇവിടെ അധികൃതർ ചെയ്യുന്നത്. ഓരോ മേഖലയ്ക്കും അന്താരാഷ്ട്ര നിലവാരമുള്ള കലാചാരുതയുടെ പിന്തുണ നൽകി വ്യത്യസ്ത തീമുകളിൽ അണിയിച്ചൊരുക്കിയിരിക്കുകയാണ്. 10 ഭാഗങ്ങളാക്കിയാണ് ഈ അക്വേറിയം മുഴുവൻ സജ്ജീകരിച്ചിരിക്കുന്നത്. കരയിലെയും കടലിലെയും ജീവജാലങ്ങൾ തമ്മിലുള്ള പരസ്പര ബന്ധവും ആഴക്കടലിലെ അത്ഭുത ജീവികളെ അടുത്തറിയാനുള്ള അവസരവുമാണ് ഇവിടെ എത്തുന്ന ഓരോരുത്തർക്കും ലഭിക്കുക. അറേബ്യൻ സംസ്കാരത്തിന്റെ സവിശേഷതകളും കടലുമായുള്ള ബന്ധവും അതിനെ ഓരോ സൂക്ഷ്മ അംശവും വിവരിച്ചു നൽകുന്ന മേഖലയിലേക്കാണ് സന്ദർശകൻ ആദ്യം കാലെടുത്തു വെക്കുക. കടലിനെ അറിഞ്ഞ് കരയിലൂടെയുള്ള യാത്ര ഇവിടെ തുടങ്ങുന്നു. UAE Natural Treasure Zone, it celebrates the pearl diving heritage of the Emiratis. How they built their local economy more than 7,000 years ago. They were pearl divers and they dive to collect oysters from the rich breeding grounds of the Arabian Gulf. So our Arabian Lagoon here is very, very important in our wildlife rescue program because this is where we pre-release all our rehabilitated sea turtles before we put them back into the wild. Not just this lagoon, we have another one at Louvre Museum in Abu Dhabi. So that is to say, in total, we have 2 pre-release stages for all rehabilitated sea turtles. One here in our Arabian Lagoon and the other one at Louvre Museum. അടുത്ത ഭാഗം കടലിനടിയിൽ തകർന്നുകിടക്കുന്ന കപ്പലിന്റെ ഉള്ളിൽ നിന്ന് കടലിലെ കാഴ്ചകൾ കാണുന്ന തരത്തിലുള്ളതാണ്. അതിമനോഹരമായ കലാസൃഷ്ടി. അതോടൊപ്പം അടുത്ത ഭാഗത്തെത്തിയാൽ സമുദ്രത്തിനടിയിലെ ഗുഹയിൽ നിന്ന് കാണുന്ന കാഴ്ചയും ഉൾപ്പെടെ കാണാം. കാഴ്ചക്കാരന്റെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങുന്ന പവിഴപ്പുറ്റുകളും വ്യത്യസ്ത നിറങ്ങളിൽ വിസ്മയം ജനിപ്പിക്കുന്ന പലതരം മത്സ്യങ്ങളും ചുറ്റും ഒഴുകി നടക്കുന്ന കാഴ്ച. മഞ്ഞ് മൂടിയ പ്രദേശങ്ങളിലെ ജീവജാലങ്ങളും 800 വോൾട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിവുള്ള മത്സ്യവും പ്രകാശിക്കുന്ന കടൽ ജീവികളും ഉൾപ്പെടെയുള്ള അത്ഭുത ജീവികൾ വേറെയും. Our Aqua Magic Zone celebrates animals that bioluminescence and animals that are masters of camouflage. Like you saw already, the weedy sea dragon, their bodies are covered with appendages that gives them a weedy appearance. And the beautiful color you see all over the place represent planktons. Planktons also have the ability to produce and emit light. This process is called bioluminescence. And there are 2 types of plankton, phytoplanktons and zooplanktons.
It is the zooplanktons that serve as a base of food for the ocean, and phytoplankton account for about 85% of the world's oxygen. അബുദാബി പരിസ്ഥിതി ഏജൻസിയുമായി ചേർന്ന് പദ്ധതികൾ തയ്യാറാക്കി വംശനാശ ഭീഷണി നേരിടുന്ന ജീവിവർഗങ്ങളുടെ പരിപാലനവും ഇതുമായി ബന്ധപ്പെട്ട പൊതുജന ബോധവൽക്കരണവുമെല്ലാം അക്വേറിയത്തിന്റെ സുപ്രധാന ലക്ഷ്യങ്ങളാണ്. ഇത്തരത്തിലുള്ള കൂട്ടായ ശ്രമത്തിന്റെ ഫലമായി കടലാമകളടക്കം നിരവധി കടൽ ജീവികളെ രക്ഷിക്കാനും സംരക്ഷിക്കാനും സാധിച്ചിട്ടുണ്ട്. All turtles have been released back into the wild. We released more than 120 sea turtles June, about 2 weeks ago, back into the ocean. That's why we don't have turtles here when we go to the first floor. But we need to rescue sea turtles because they play key roles in the marine ecosystem. They are the guardians of the coral reef. And the coral reef provides habitat and food for nearly 25% of all sea life. So sea turtles are keystone species. Their presence in the ocean, it means good health of an ecosystem. അക്വേറിയത്തിന്റെ മേൽനോട്ടത്തിനും പരിചരണത്തിനുമായി സമുദ്രജീവി വിദഗ്ധരും പ്രത്യേക പരിശീലനം നേടിയവരുമായ 100ഓളം സംഘത്തെയാണ് അധികൃതർ ഇവിടെ നിയോഗിച്ചിരിക്കുന്നത്. ജീവികളുടെ ആരോഗ്യം പരിപാലിക്കാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഒരു ആശുപത്രിയും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. This is the animal hospital where we keep newcomers and our resident animals here in case they have any underlying health issues. And for our sea turtles we rescue, this is where we feed them. We treat them, daily we observe to see if they're responding to medication feeding. When they get better, we put them back into the ocean. Then for our resident animals, we release them back again inside the aquarium. We have a veterinary doctor who provides all the veterinary care for the animals to maintain a healthy lifestyle during their stay here in the aquarium. സന്ദർശകർക്ക് സാഹസികത നിറഞ്ഞതും കൗതുകമുണർത്തുന്നതുമായ വിനോദങ്ങളിൽ ഏർപ്പെടാനാകുമെന്നതാണ് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത. സ്രാവുകൾക്കും തിരണ്ടി മത്സ്യങ്ങൾക്കുമടക്കം വെള്ളത്തിലിറങ്ങി തീറ്റ കൊടുക്കുന്നതുൾപ്പെടെയുള്ള വ്യത്യസ്തമായ പലതും സന്ദർശകർക്ക് ഇവിടെ നേരിട്ട് അനുഭവിച്ചറിയാനാകും. അക്വേറിയം കോംപ്ലക്സിനോടനുബന്ധിച്ച് വിഭവസമൃദ്ധമായ ഭക്ഷണ വൈവിധ്യങ്ങളടങ്ങിയ റെസ്റ്റോറന്റുകളും കമ്മ്യൂണിറ്റി സ്പേസുകളും ഗെയിമിംഗ് സോൺ, വെർച്വൽ റിയാലിറ്റി പാർക്ക് തുടങ്ങിയവയും ഇവിടുത്തെ പ്രധാന ആകർഷണങ്ങളാണ്. കുടുംബമായി ഒരു തവണയെങ്കിലും നിർബന്ധമായും സന്ദർശിച്ചിരിക്കേണ്ട ഇടമാണ് അബുദാബിയിലെ നാഷണൽ അക്വേറിയം. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേ സമയം കൗതുകവും വിജ്ഞാനവും പകർന്നു നൽകുന്ന UAE-യിലെ തന്നെ അപൂർവമായ ഇടം. കാലിഗ്രഫിയിൽ വിസ്മയങ്ങൾ തീർക്കുന്ന ഒരു മലയാളിയെയാണ് ഇനി പരിചയപ്പെടുത്തുന്നത്. ഖത്തറിൽ താമസിക്കുന്ന പ്രവാസി മലയാളിയായ കരീം കക്കോവ് കരീം ഗ്രഫി എന്ന പേരിൽ കാലിഗ്രഫിയിൽ അത്ഭുതങ്ങൾ തീർക്കുകയാണ്. കാണാം. കുട്ടിക്കാലത്തെ ഓർമ്മകളിൽ മദ്രസയിലെ കറുത്ത ബോർഡിൽ ഉസ്താദ് ചോക്കുകൊണ്ട് കോറിയിട്ട അക്ഷരങ്ങളിൽ നിന്ന് അറബിക് കാലിഗ്രഫിയുടെ അനന്ത സാധ്യതകളിലേക്ക് യാത്ര ചെയ്ത ഒരു കോഴിക്കോട്ടുകാരൻ്റെ ചുരുക്കപ്പേരാണ് കരീം ഗ്രാഫി. കോഴിക്കോട് കക്കോവ് എന്ന നാട്ടുദേശത്തിൽ നിന്ന് അറേബ്യൻ മണ്ണിൽ പറിച്ചുനട്ട ചെറുപ്പക്കാരൻ്റെ അക്ഷര പെരുമകൾ ഇപ്പോൾ ഖത്തറിൽ നിന്ന് മറ്റു ഗൾഫ് രാജ്യങ്ങളിലേക്കും പരന്നൊഴുകുകയാണ്. ഞാൻ ഓർക്കുന്നൊരു സംഗതി, ചെറുപ്പത്തിൽ നമ്മൾ മദ്രസയിൽ നമ്മളുടെ ഒരു സൈദാലി ഉസ്താദ് അദ്ദേഹം ചോക്ക് കൊണ്ട് ഇങ്ങനെ കറുത്ത ബോർഡിൽ എഴുതുന്ന സമയത്തുണ്ടാകുന്ന അതിൻ്റെ ഒരു ക്വാളിറ്റി, അതിൻ്റെ ഒരു ശബ്ദം,
അതെന്നെ വല്ലാതെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് ആ സമയത്ത്. പക്ഷെ അതിന് ഇങ്ങനെ കാലിഗ്രാഫി ആണെന്നൊന്നും അറിയില്ല. അപ്പോൾ നമ്മളത് വീട്ടിൽ സ്ലേറ്റിൽ പോയിട്ട് പെൻസിൽ കൊണ്ടൊക്കെ എഴുതി നോക്കും. പിറ്റേ ദിവസം ഉസ്താദ് വേറെ അക്ഷരങ്ങൾ എഴുതും. പിന്നെ എൻ്റെ ഓർമ്മയിലുള്ളത് എൻ്റെ ഉപ്പ ഇങ്ങനെ നമ്മളെ സ്ട്രീറ്റ് സെല്ലേഴ്സ് ഉണ്ടല്ലോ, ഈ അത്തർ, പെർഫ്യൂം, മറ്റേ തസ്ബീഹുമാല, അതുപോലെ തന്നെ കുറേ അന്നത്തെ കാലത്ത് ഇങ്ങനെ കുറേ സീനറികളൊക്കെ കാലിഗ്രാഫിയൊക്കെ ഉള്ള ചിത്രങ്ങളൊക്കെ വിറ്റ് പോകുന്ന ഈ അവർക്കൊരു പേര് തന്നെ ഉണ്ട്. അപ്പം അവരുടെ അടുത്ത് നിന്ന് ഉപ്പ വാങ്ങിച്ചു ഒരു ചിത്രം ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പോൾ അതിലിങ്ങനെ ഒരാൾ നമസ്കരിക്കുന്ന രൂപം കാലിഗ്രാഫിയിൽ ചെയ്ത ഒരു സാധനം. അപ്പോൾ അത് ഉപ്പ വീട്ടിൻ്റെ കൊലയിൽ തന്നെ തൂക്കി വെച്ചിരുന്നു. അത് ഇങ്ങനെ നോക്കി നിന്നിട്ട് ഞാനിങ്ങനെ അത് വായിക്കാൻ ശ്രമിക്കുമായിരുന്നു. അപ്പം അതെന്നെ വല്ലാതെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. സുഹൃത്ത് നൗഷാദാണ് ആദ്യമായി കാലിഗ്രാഫിയുടെ വലിയ ലോകത്തെ പരിചയപ്പെടുത്തി നൽകിയത്. അന്ന് നാട്ടിൻ പുറത്തെ ഇന്റർനെറ്റ് കഫേയിൽ കയറി കാലിഗ്രാഫിയിലെ മനോഹര ചിത്രങ്ങളെ ആവോളം കണ്ട് ആസ്വദിക്കലായിരുന്നു പ്രധാന ഹോബി. പിന്നീട് ജീവിതം കരീമിനെ പ്രവാസ ലോകത്തെത്തിച്ചു. സൗദി അറേബ്യയിലെ മദീനയിൽ പള്ളികളിലുള്ള മനോഹര കാലിഗ്രഫികളും വിവിധ രാജ്യക്കാരായ സമാന മനസ്കരായ ആളുകളോടൊത്തുള്ള സഹവാസവും കാലിഗ്രഫിയിലെ അനന്ത സാധ്യതകളാണ് മുന്നിൽ തുറന്നിട്ടത്. അപ്പോൾ അതോടൊപ്പം തന്നെ ഞാൻ ഗ്രാഫിക് ഡിസൈനിങ്ങും പഠിച്ചിരുന്നു. അപ്പോൾ ഗ്രാഫിക് ഡിസൈനിങ്ങിൽ ദുബൈയിലെത്തിയ സമയത്ത് ഞാൻ അവിടെ പല കമ്പനികളിലും ജോലി ചെയ്തു. അവസാനം ഞാൻ ലിയോ ബർണറ്റ് എന്നുള്ളൊരു അമേരിക്കൻ കമ്പനിയിൽ എനിക്ക് ഡിസൈനറായിട്ട് ജോലി കിട്ടി. അങ്ങനെ ഞാൻ എന്ത് വെച്ചാൽ പതുക്കെ ഈ ഡിസൈനിങ്ങിൻ്റെ കൂടെ തന്നെ കാലിഗ്രാഫി സ്ട്രോക്ക് ബ്ലെൻഡ് ചെയ്യാൻ തുടങ്ങി. എന്ന് വെച്ചാൽ നമുക്കറിയാം ഒരുപാട് കാലിഗ്രാഫേഴ്സ് ഉണ്ട്, വളരെ ടാലൻ്റ് ആയിട്ടുള്ള സ്കിൽഡ് കാലിഗ്രാഫേഴ്സ് ഉണ്ട്. പക്ഷേ ദേ നെവർ ബ്ലെൻഡ് വിത്ത് ഡിജിറ്റൽ ഇങ്ങനത്തെ സംഗതികളിലേക്ക് ബ്ലെൻഡ് ചെയ്യാറില്ല പൊതുവെ ആ സമയത്തിട്ടോ. ഞാൻ പറയുന്നത് ഒരു 15-18 വർഷം മുമ്പുള്ള സ്ഥിതിയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഈ ഇല്ലുസ്ട്രേറ്ററിലൊക്കെ നമ്മളിങ്ങനെ കാലിഗ്രാഫി ചെയ്യുമ്പം ഒരുപാട് സാധ്യതകൾ തോന്നി ഡിജിറ്റലി ഇതിനെ. അപ്പോൾ എനിക്ക് തോന്നി ഇതിനെ നമുക്ക് ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു പ്രൊഫഷനായിട്ട് എടുക്കാൻ പറ്റും എന്നുള്ളത് അങ്ങനെയാണ് തുടങ്ങിയത്. സൗദിയിലും UAE-യിലും പ്രവാസ ജീവിതം നയിച്ച ശേഷം ഒരു 10 പതിറ്റാണ്ട് മുൻപാണ് കരീം ഖത്തറിലെത്തിയത്. ഖത്തറിലെത്തിയ കരീം 2022 ഖത്തർ ലോകകപ്പോടെയാണ് ലോക ശ്രദ്ധയിലെത്തുന്നത്. ഫുട്ബോളിനോടുള്ള മനുഷ്യരുടെ സ്നേഹത്തിന്റെ അടയാളപ്പെടുത്തലിനെ ഗ്രാഫിറ്റി എന്ന ചിത്രരൂപത്തിലൂടെ ഖത്തറിലെ ചുവരുകളിൽ അനശ്വരമാക്കിയാണ് കരീം എന്ന് വാർത്തകളിൽ നിറഞ്ഞത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയവർക്ക് ഫുട്ബോളിനോളം കരീം ഗ്രഫിയുടെ ഗ്രാഫിറ്റികളും ഏറെ ഹൃദ്യമായ അനുഭവമായിരുന്നു. അറബി അക്ഷരങ്ങൾക്ക് മറ്റു ഭാഷകൾക്കില്ലാത്ത ഭംഗിയും തലയെടുപ്പുമുണ്ടെന്ന് തിരിച്ചറിഞ്ഞ ഒരു കലാകാരന്റെ കൃത്യമായ ദൃശ്യവിന്യാസമായിരുന്നു അത്. സലാൽ മരുഭൂമിയിലെ ചുവരിൽ തീർത്ത വെയിൽസ് ഇറാൻ കളിയെപ്പറ്റിയുള്ള ഗ്രാഫിറ്റി ഒരു പ്രവാസി ഇന്ത്യക്കാരൻ ലോകകപ്പിന് നൽകിയ വലിയ സംഭാവന എന്ന നിലയിൽ മലയാളികൾക്കും ഏറെ അഭിമാനമായി. ഇരു രാജ്യങ്ങളുടെയും പതാക ഒരു പക്ഷിയുടെ 2 ചിറകുകളിലായി വരച്ചുവെച്ച ഈ കലാരൂപം അന്ന് ഫിഫ ഒഫീഷ്യലായി ടെലികാസ്റ്റ് ചെയ്യുകയടക്കം ചെയ്തിരുന്നു. ഖത്തറിലേക്ക് ഫുട്ബോൾ ആരാധകരെ സ്വാഗതം ചെയ്യുന്ന ഇർഹബു എന്ന ഗ്രാഫിറ്റിയായിരുന്നു മറ്റൊന്ന്. മുഴുവൻ മനുഷ്യരെയും ഖത്തറിലേക്ക് സ്വാഗതം ചെയ്യുകയും അറബ് പാരമ്പര്യത്തിന്റെ മഹത്വം ലോകത്തെ അറിയിക്കുകയും ചെയ്യുന്നതായിരുന്നു ഇർഹബു. നൗ ഈസ് ഓൾ എന്ന ഇൻസ്റ്റലേഷനും ഏറെ പ്രാധാന്യമുള്ളതായിരുന്നു. കലിഗ്രഫിയിലെ അക്ഷരങ്ങൾ വായിക്കാൻ അറിയാത്തവർക്ക് പോലും ആ ചിത്രരൂപത്തിന്റെ ഘടനയിൽ നിന്നും ദൃശ്യ സൗന്ദര്യത്തിൽ നിന്നും താൻ പറയാൻ ഉദ്ദേശിച്ച സന്ദേശം കൃത്യമായി ലഭിക്കാറുണ്ടെന്നും അദ്ദേഹം പറയുന്നു. ഇപ്പം ഞാനിവിടെ ചെയ്തു വെച്ച സാധനം സലാം, പീസ്. അപ്പം പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് നമുക്കറിയാം ലോക ജനതയ്ക്ക് ആവശ്യം സമാധാനമാണ്. അപ്പം ഞാൻ ആഗ്രഹിക്കുന്ന ഒരു സംഗതി എന്ന് വെച്ചാൽ ലോകത്തിൻ്റെ പല ഭാഗത്തും സഞ്ചരിച്ചിട്ട് അവിടുത്തെ ചുമരുകളിൽ സലാം, പീസ് എന്നുള്ള സന്ദേശം കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം അതിന് അറബി കാലിഗ്രാഫിറ്റിക്ക് സ്പെഷ്യലി ഭയങ്കര സാധ്യതകളുണ്ട്. അത് 2 കാര്യമാണ്. ഒന്നിപ്പം നിങ്ങൾക്ക് തന്നെ ഇത് റീഡബിൾ ആയിക്കൊള്ളണമെന്നില്ല. നമ്മൾ ചെയ്ത സമയത്ത് തന്നെ ആളുകൾ ചോദിച്ചല്ലോ എന്താണിത് വായിക്കാൻ. അത് റീഡബിളിൻ്റെ ഒക്കെ അപ്പുറത്തേക്ക് ഞാൻ പറയുന്നത് അറിയാത്തൊരു ദേശത്ത് പോയിട്ട്, വിദേശ രാജ്യങ്ങളിൽ അറബി അറിയാത്ത ദേശത്ത് പോയിട്ട് നമ്മൾ അറബിയിൽ സലാം എന്ന് എഴുതുമ്പോൾ ഉണ്ടാകുന്നൊരു ബ്യൂട്ടി ഉണ്ട്. ഇപ്പോൾ വേൾഡ് കപ്പിൽ ഞാൻ മ്യൂറൽ ഗ്രഫിറ്റി ആർട്ട് ചെയ്ത സമയത്ത് അറബിക്കിലാണല്ലോ, എസ്പെഷ്യലി ഖത്തർ വേൾഡ് കപ്പിൽ സെലക്ഷൻ കിട്ടിയ സമയത്ത് ചെയ്ത സമയത്ത് വിവിധ ദേശക്കാരായ ആളുകൾ
പല ദേശത്തു നിന്നും പല ലോകത്തു നിന്നും വന്ന ആളുകൾ മതമോ ജാതിയോ ലിംഗമോ ഒന്നും നോക്കാതെ അവർ നമ്മളുടെ ആർട്ടിനെ ആസ്വദിച്ച് അവർ ഫോട്ടോ എടുത്ത് പോവാണ്. അപ്പം അവർ പോയിട്ട് അവരുടെ നാട്ടിൽ അവരുടെ മക്കളോടൊക്കെ ഇങ്ങനൊരു ആർട്ടിനെ കുറിച്ച് പറയുകയാണ്. കാരണം അവർ പോലും കാണാത്തൊരു സാധനം. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞത് അതിൻ്റെ കാഴ്ചയിൽ തന്നെ അതിനൊരു ഭംഗിയുണ്ട്. സ്പെഷ്യലി അറബിക് കാലിഗ്രാഫിക്ക് ഭയങ്കര ബ്യൂട്ടിയാണ്. കേവലമായ അലങ്കാരങ്ങൾക്കപ്പുറത്തേക്ക് അക്ഷരങ്ങളെ പോരാട്ടത്തിന്റെയും പ്രതിഷേധത്തിന്റെയും കൂടി പ്രതീകമാക്കുകയാണ് അദ്ദേഹം. കാലിഗ്രഫിയിൽ തന്റേതായ അടയാളപ്പെടുത്തലുകൾ നടത്തിയ കരീമും അക്ഷരങ്ങളും തമ്മിലുള്ള സൗഹൃദത്തിന്റെ കഥ അങ്ങനെ കടൽ കടന്നും മലയാളികൾക്ക് മുഴുവൻ അഭിമാനമാവുകയാണ്. ക്യാൻവാസിനും ചായക്കൂട്ടുകൾക്കും അപ്പുറം അറബിക് കാലിഗ്രഫിയുടെ വാണിജ്യ സാധ്യതകൾ കൂടി കൃത്യമായി തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഗ്രാഫിക് ഡിസൈനർ കൂടിയായ കലാകാരൻ. വില കൂടിയ അത്യാഡംബര കാറുകളിൽ മിഴിവാർന്ന അക്ഷരങ്ങൾ കൊണ്ട് ദൃശ്യവിസ്മയം തീർക്കാനുള്ള അവസരങ്ങളും ഈ കലാകാരനെ തേടിയെത്താറുണ്ട്. ഇപ്പോൾ എന്നോട് തന്നെ പലരും ചോദിക്കാറുണ്ട്, നിങ്ങൾ എന്താണ് ഇത് എഴുതി വെച്ചത്? ചില സമയത്ത് ഇപ്പം നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, എൻ്റെ ചില ആർട്ടുകൾ അതിൽ ഞാൻ എൻ്റെ കുറേ ഇമോഷൻസാണ് ഞാൻ രേഖപ്പെടുത്തുക. അതിൻ്റെ അക്ഷരങ്ങൾ ചിലപ്പോൾ പലതാവാം. ഞാൻ ചിലപ്പോൾ എൻ്റെ ഉപ്പൻ്റെ പേര് എഴുതും. എൻ്റെ ഉപ്പ മരണപ്പെട്ട സമയത്ത് ഞാൻ പല ബോർഡിൻ്റെ മുകളിൽ ഉപ്പയുടെ ഉമ്മയുടെ ഒക്കെ പേര് എഴുതിയിട്ടുണ്ട്. അതെൻ്റെ ഇമോഷൻസാണ്. അപ്പോൾ അത് നമ്മളിങ്ങനെ ചിലത് പറയേണ്ടതില്ലാത്ത സാധനങ്ങളുണ്ടാവുമല്ലോ. അപ്പോൾ അത് ആസ് എ ആർട്ടിസ്റ്റ് എന്നുള്ളത് എൻ്റെ ഒരു പ്രൈവസിയാണ്. അപ്പം അത് വായിക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് ആളുകളെ അതിൻ്റെ ബ്യൂട്ടി തന്നെ ആകർഷിക്കുന്നുണ്ട്. അത് കണ്ടിട്ട് ആളുകൾ ചോദിക്കുന്നുണ്ട്, ഐ നീഡ് ദ സെയിം വൺ എന്ന് ചോദിക്കുന്നത്. സോ ഇറ്റ്സ് കൺവേ ദ മെസ്സേജ്. ഖത്തറിലെ ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന കരീം ഇപ്പോൾ കരീം ഗ്രഫി എന്ന സ്വന്തം ലേബലിനൊപ്പം അറബിക് കാലിഗ്രഫിയുടെ അനന്ത സാധ്യതകൾ കൂടി തേടിയുള്ള യാത്രയിലാണ്. ഒപ്പം ബിൻ മഹ്മൂദിൽ മലയാളിയുടെ ഉടമസ്ഥതയിലുള്ള ആർട്ട് ഫാക്ടറിയിൽ വിവിധ ദേശക്കാരായ കലാകാരന്മാരുമായി ഒത്തുകൂടി ആർട്ട് എക്സിബിഷനുകളും പരിശീലന ക്ലാസുകളും വർക്ക്ഷോപ്പുകളുമായി കലാരംഗത്ത് പുതിയ അന്വേഷണങ്ങളിലും സജീവമാണ്. ഭാര്യ ഫാസിജയും 3 കുട്ടികളുമായി ഖത്തറിലെ കലാരംഗത്ത് സജീവ സാന്നിധ്യമായ കലാകാരന് ആശംസകൾ. ഇത്തവണത്തെ ഹജ്ജ് കർമ്മങ്ങൾക്ക് ശുഭകരമായ പരിസമാപ്തിയായിരിക്കുകയാണ്. സുരക്ഷാ ഭീഷണികൾ ഒന്നുമില്ലാതെ ഹജ്ജ് കർമ്മങ്ങൾ പൂർത്തിയാക്കാനായതിന്റെ സന്തോഷത്തിലാണ് സൗദി ഭരണകൂടവും വിശ്വാസികളും. ഇത്തവണത്തെ ഹജ്ജിന്റെ വിശേഷങ്ങളിലേക്കാണ് ഇനി കടക്കുന്നത്. 180-ലധികം രാജ്യങ്ങളുടെ പ്രതിനിധികൾ, 20 ലക്ഷത്തിലധികം വരുന്ന തീർത്ഥാടകർ. മക്കയിലെ ഹറം പള്ളിയിലും മീനായിലും അറഫയിലും മുസ്ദലിഫയിലുമായി 6 ദിവസം നീണ്ടുനിന്ന കർമ്മങ്ങൾ. സമാധാനപരമായും സുരക്ഷിതമായും കർമ്മങ്ങൾ നിർവഹിക്കാനായ സന്തോഷത്തിലാണ് തീർത്ഥാടകർ. ഇതിന് വേദിയൊരുക്കാനായ ചരിതാർത്ഥ്യത്തിൽ സൗദി ഭരണകൂടവും. നവജാത ശിശുവിനെ പോലെ പാപമുക്തരാണ് ഹജ്ജ് നിർവഹിച്ച തീർത്ഥാടകർ എന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ പഴയ ജീവിത രീതികളിൽ നിന്നെല്ലാം മാറ്റം ഉൾക്കൊണ്ട് പുതിയൊരു ജീവിതം നയിക്കാനുള്ള പ്രതിജ്ഞയുമായാണ് ഹാജിമാർ മീനായോട് വിട പറഞ്ഞത്. ഒരേ വേഷത്തിൽ ഒരേ മന്ത്രധ്വനികളുമായി ഉള്ളവനും ഇല്ലാത്തവനും കറുത്തവനും വെളുത്തവനും തോളോട് തോൾ ചേർന്ന് കർമ്മങ്ങൾ നിർവഹിക്കുന്ന അപൂർവ കാഴ്ചയ്ക്കാണ് പുണ്യഭൂമി സാക്ഷിയായത്. സാഹോദര്യത്തിന്റെയും ഐക്യത്തിന്റെയും ത്യാഗത്തിന്റെയും മഹത്തായ സന്ദേശം ഉയർത്തിപ്പിടിച്ച നാളുകൾ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സംഘർഷങ്ങളും തിന്മയും ആശങ്കപ്പെടുത്തുമ്പോൾ അറഫ മൈതാനിയിൽ വെച്ച് തീർത്ഥാടകർ സമാധാനത്തിനും സന്തോഷത്തിനും വേണ്ടി നാഥനോട് പ്രാർത്ഥിച്ചു. വിജയകരമായ ഹജ്ജ് കർമ്മങ്ങൾക്ക് വേദിയൊരുക്കിയ സൗദി ഭരണകൂടത്തെ വിവിധ ലോകരാജ്യങ്ങൾ അഭിനന്ദിച്ചു. സൗദി ജനറൽ അതോറിറ്റി ഫോർ സ്റ്റാറ്റിസ്റ്റിക്സ് പുറത്തുവിട്ട കണക്ക് പ്രകാരം ഇത്തവണ ഹജ്ജ് നിർവഹിച്ചത് 18,33,164 തീർത്ഥാടകരാണ്. ഇതിൽ 16,11,310 തീർത്ഥാടകർ വിദേശത്തു നിന്ന് എത്തിയവരാണ്. സൗദിക്കകത്തു നിന്നും 2,21,854 തീർത്ഥാടകരും ഹജ്ജ് നിർവഹിച്ചു. ആകെ തീർത്ഥാടകരിൽ 9,58,137 പേർ പുരുഷന്മാരും 8,75,027 പേർ സ്ത്രീകളുമാണ്. തീർത്ഥാടകരിൽ 63.3% അറബ് ഇതര ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ്.
അറബ് രാജ്യങ്ങളിൽ നിന്ന് 22.3% തീർത്ഥാടകർ. ഇതിനു പുറമെ ശക്തമായ മുന്നറിയിപ്പുകൾ ഉണ്ടായിട്ടും നിരവധി തീർത്ഥാടകർ അനധികൃതമായി അഥവാ അനുമതി പത്രമില്ലാതെയും ഇത്തവണയും ഹജ്ജ് നിർവഹിച്ചു. ഇന്ത്യയിൽ നിന്നും 1.25 ലക്ഷം തീർത്ഥാടകരാണ് ഈ വർഷം ഹജ്ജ് നിർവഹിച്ചത്. ഇതിൽ 1,40,000 തീർത്ഥാടകർ ഇന്ത്യൻ ഹജ്ജ് കമ്മിറ്റി വഴിയും ബാക്കിയുള്ളവർ സ്വകാര്യ ഗ്രൂപ്പുകൾ വഴിയും ഹജ്ജ് നിർവഹിച്ചു. ഇന്ത്യയിൽ നിന്നുള്ള തീർത്ഥാടകരുടെ നാട്ടിലേക്കുള്ള മടക്കയാത്ര പുരോഗമിക്കുകയാണ്. പുരുഷന്മാർ കൂടെയില്ലാതെ അഥവാ മഹ്റമില്ലാതെ 5000-ലേറെ സ്ത്രീകളാണ് ഇന്ത്യയിൽ നിന്നും ഇത്തവണ ഹജ്ജിനെത്തിയത്. ആദ്യമായാണ് ഇത്രയധികം സ്ത്രീകൾ തനിച്ച് ഹജ്ജിനെത്തുന്നത്. കേരളത്തിൽ നിന്ന് മാത്രം 3400-ലേറെ സ്ത്രീകൾ ഇങ്ങനെ ഹജ്ജിനെത്തി. ഇവർക്ക് മാത്രമായി പ്രത്യേക വിമാന സർവീസുകളും താമസ സൗകര്യവും യാത്രാ സൗകര്യവും ചികിത്സാ സൗകര്യവും എല്ലാം ഇന്ത്യൻ ഹജ്ജ് കമ്മിറ്റി ഒരുക്കിയിരുന്നു. തൻ്റെ ജീവിതത്തിൽ വൃത്തികേടുകളും വേണ്ടാത്തരങ്ങളും ഇല്ലാതെ ആരോടും വെറുപ്പും കറയും ഇല്ലാതെ സൃഷ്ടിച്ചു പടച്ച അർഹമുറാഹിമായ റബ്ബിൻ്റെ അടിമകളാണ്. അവൻ്റെ ഇഷ്ടത്തിലും പൊരുത്തത്തിലും മാത്രമേ ഞാൻ ജീവിക്കുകയുള്ളൂ എന്ന പ്രതിജ്ഞയോടുകൂടെ ജീവിതമാസകലം രാജ്യത്തോടും സമൂഹത്തോടും സമുദായത്തോടും കുടുംബത്തോടും പ്രതിബദ്ധതയോടുകൂടെ അള്ളാഹു ആജ്ഞാപിച്ചത് ജീവിതത്തിൽ പകർത്തിയും നിരോധിച്ചത് ഒഴിവാക്കിയും ജീവിച്ചാൽ അവൻ്റെ ഹജ്ജ് സ്വീകരിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാം. പല പുതിയ പരിഷ്കാരങ്ങളും ഈ വർഷത്തെ ഹജ്ജ് വേളയിൽ സൗദി ഭരണകൂടം നടപ്പാക്കിയിരുന്നു. തീർത്ഥാടകരുടെ സമ്പൂർണ്ണ വിവരങ്ങൾ രേഖപ്പെടുത്തിയ നുസുക് കാർഡാണ് ഇതിലൊന്ന്. ഈ കാർഡ് കൈവശമുള്ളവർക്ക് മാത്രമായിരുന്നു മീനായിലേക്ക് പ്രവേശനം നൽകിയത്. മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മീനായിലെ തമ്പുകൾ 5 സോണുകളാക്കി തിരിച്ച് വിവിധ കമ്പനികൾ വഴിയാണ് തീർത്ഥാടകർക്ക് നൽകിയത്. ഇന്ത്യൻ ഹജ്ജ് കമ്മിറ്റി വഴിയുള്ള എല്ലാ തീർത്ഥാടകർക്കും അതുകൊണ്ട് തന്നെ മീനായുടെ പരമ്പരാഗത അതിർത്തിക്കുള്ളിൽ ഈ വർഷം താമസ സൗകര്യം ലഭിച്ചു. ക്രൗഡ് മാനേജ്മെന്റും സുരക്ഷാ വിഭാഗവുമെല്ലാം വളരെ സജീവമായ സേവനങ്ങളാണ് ഈ വർഷം നൽകിയത്. വിവിധ വകുപ്പുകൾക്ക് കീഴിൽ 1.25 ലക്ഷത്തോളം ജീവനക്കാർ തീർത്ഥാടകരുടെ സേവനത്തിനായി പുണ്യഭൂമിയിലുണ്ടായിരുന്നു. എന്നാൽ ശക്തമായ ചൂട് ഇത്തവണത്തെ ഹജ്ജ് തീർത്ഥാടകരെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയായിരുന്നു. 50 ഡിഗ്രി സെൽഷ്യസിന് മുകളിലായിരുന്നു മക്കയിൽ പലപ്പോഴും അനുഭവപ്പെട്ട താപനില. പകൽ സമയത്ത് പുറത്തിറങ്ങാതിരിക്കുക, കുട ഉപയോഗിക്കുക, വെള്ളം കുടിക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങൾ അധികൃതർ നേരത്തെ തന്നെ തീർത്ഥാടകർക്ക് നൽകിയിരുന്നു. വഴികളിൽ തണുത്ത വെള്ളം സ്പ്രേ ചെയ്യുന്ന പോസ്റ്റുകൾ സ്ഥാപിക്കുകയും റോഡുകളിൽ ശീതീകരണ സംവിധാനം ഒരുക്കുകയും ചെയ്തിരുന്നു. സൂര്യാഘാതമേറ്റ് നിരവധി തീർത്ഥാടകർക്ക് ഹജ്ജ് വേളയിൽ ജീവൻ നഷ്ടപ്പെട്ടു എന്നതാണ് ഈ വർഷത്തെ ദുഃഖം. 1301 തീർത്ഥാടകർ മരിച്ചതായാണ് സൗദി ആരോഗ്യ മന്ത്രാലയം വെളിപ്പെടുത്തിയത്. ഇതിൽ 83% അനധികൃതമായി ഹജ്ജിനെത്തിയവരായിരുന്നു. പ്രായക്കൂടുതലും നേരത്തെ ഉണ്ടായിരുന്ന രോഗവുമെല്ലാം മരണസംഖ്യ കൂടാൻ കാരണമായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ മിനയിലാണുള്ളത്. മിനയിൽ നമ്മൾ വിചാരിച്ച ഒരു എന്താ പറയുക, നമ്മൾ ഇവിടെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും എന്നുള്ള രീതിയിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ താമസമായാലും ഫുഡായാലും നമ്മൾ വിചാരിച്ചതിനെക്കാട്ടിലും എത്രയോ നല്ല രീതിയിലാണ് നമുക്കിവിടെ ഉണ്ടായിരുന്നത്, ഇവർ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ നമുക്കുള്ളത് 2 തവാഫ് മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. അതിന് ഹജ്ജിൻ്റെ നിർബന്ധമായിട്ടുള്ള തവാഫ് ഉണ്ട്, പിന്നെ വിടവാങ്ങൽ തവാഫ്. അതുകൂടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഭംഗിയായിട്ട്, ശരിക്കും പറയുകയാണെങ്കിൽ അത്രയും സന്തോഷത്തോടെ, എനിക്ക് എങ്ങനെ പറയണ്ടേന്ന് അറിയില്ല, അത്രയും സന്തോഷത്തോടെയാണ്. ഞങ്ങളിപ്പോൾ മീനയിലാണ്. 3 കല്ലേറും കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ നാട്ടിലേക്ക് തിരിക്കാനുള്ള പരിപാടിയിലാണ്. ഞങ്ങൾക്ക് ഒരുപാട് സൗദി ഗവൺമെൻറ് സിൻസിയർ ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കാനുണ്ട്. ഒരുപാട് നല്ല ഫെസിലിറ്റീസ് ആണ്, ഒരുപാട് ഇംപ്രൂവ്മെന്റ് സൗദി ഗവൺമെന്റ് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ഇന്ത്യയിൽ നിന്നുള്ള 100ഓളം തീർത്ഥാടകർ ഹജ്ജ് വേളയിൽ മരണമടഞ്ഞു. ഔദ്യോഗികമായ കണക്ക് ഇന്ത്യൻ ഹജ്ജ് മിഷൻ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. കേരളത്തിൽ നിന്നുള്ള 17 തീർത്ഥാടകരാണ് മരിച്ചത്. എല്ലാ വർഷവും തീർത്ഥാടകർക്ക് ആശ്വാസമേകാറുള്ള മലയാളി സന്നദ്ധ പ്രവർത്തകരുടെ സാന്നിധ്യം ഇത്തവണ കുറഞ്ഞത് ഇന്ത്യയിൽ നിന്നുള്ള തീർത്ഥാടകരെ സംബന്ധിച്ചിടത്തോളം പ്രയാസമുണ്ടാക്കിയിട്ടുണ്ട്. വഴിതെറ്റുന്നവരെ സഹായിക്കാനും രോഗികളെ ആശുപത്രികളിൽ എത്തിക്കാനും കഞ്ഞി ഉൾപ്പെടെയുള്ള ഭക്ഷണം വിതരണം ചെയ്യാനും മുൻ വർഷങ്ങളെ പോലുള്ള സൗകര്യം ഈ വർഷം ഉണ്ടായിരുന്നില്ല. ശക്തമായ പരിശോധനയുടെ പശ്ചാത്തലത്തിൽ മക്കയ്ക്ക് പുറത്തുള്ള സന്നദ്ധ പ്രവർത്തകർ സേവനം ചെയ്യേണ്ടതില്ല എന്ന് ഇന്ത്യൻ ഹജ്ജ് മിഷൻ നിർദ്ദേശിക്കുകയായിരുന്നു. മക്കയിലേക്ക് പുറപ്പെടാനായി കാത്തിരുന്ന ആയിരക്കണക്കിന് മലയാളി സന്നദ്ധ പ്രവർത്തകർ ഇതോടെ യാത്ര റദ്ദാക്കി. മക്കയിലും പരിസര പ്രദേശങ്ങളിലും ഉള്ളവർ മാത്രമായിരുന്നു ഇത്തവണ മീനായിലും അറഫയിലുമെല്ലാം സേവനം നടത്തിയത്.
അടുത്ത വർഷമെങ്കിലും ഇതിന് പരിഹാരമുണ്ടാക്കണമെന്ന് സന്നദ്ധ സംഘടനകൾ ആവശ്യപ്പെടുന്നുണ്ട്. അറബി ദിസ് വീക്കിന്റെ ഈ ഒരു അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. അറേബ്യൻ നാടുകളിലെ കൂടുതൽ കൗതുക കാഴ്ചകളും വിശേഷങ്ങളുമായി അറബി ദിസ് വീക്ക് അടുത്തയാഴ്ച ഇതേ സമയം ഇതേ ദിവസം. നമസ്കാരം.